വെൽക്കം, തഹ്മനാണ്. മോളിക്കുലാർ ബയോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ നമ്മൾ ജനറ്റിക് കോഡിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ മോളിക്കുലാർ ബയോളജി പഠിക്കുമ്പോൾ ഇതിന്റെ ഈ സെൻട്രൽ ഡോഗ്മ ഓർ തീം എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ആണ്. സോ അത് DNA-യിൽ നിന്ന്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യിൽ നിന്ന് അത് RNA-യിലേക്ക് പോകും. 5 പ്രൈം ടു 3 പ്രൈം RNA ആണ്. ആൻഡ് ദെൻ ടു പ്രോട്ടീൻസ്. ഇങ്ങനെ അമിനോ ആസിഡ്സ് ഇങ്ങനെ ചേർത്ത് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാകും. സോ നമുക്കൊരു പ്രോട്ടീൻ ഉണ്ടാക്കാൻ ഈ അമിനോ ആസിഡുകൾ ഇങ്ങനെ ചേർത്ത് പെപ്റ്റൈഡ് ബോണ്ട് വെച്ച് പ്രോട്ടീൻ ഉണ്ടാകും. ഇതിൽ എത്ര അമിനോ ആസിഡ് വേണം, അതൊക്കെ ഏതൊക്കെല്ലാം സീക്വൻസിലാണ് വേണ്ടത്, ഇതെല്ലാം പക്ഷേ ഉള്ളത് DNA-യിലാണ്. സോ അപ്പോൾ നമ്മൾ അതിന്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് കോപ്പി നമ്മൾ എടുത്തു. ആൻഡ് ഈ കോപ്പിയാണ് mRNA എന്ന് പറയും. സോ DNA-യിലെ കോഡുകൾ എല്ലാം ഇപ്പോൾ mRNA-യിലുണ്ട്. സോ അപ്പോൾ എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ ഇതിൽ കോഡ് ചെയ്തു വരുന്നത്, ഹൗ ഇറ്റ് ഈസ് എൻകോഡഡ്. സോ ഇത് mRNA-യിലുള്ള ഈ ന്യൂക്ലിക് ആസിഡ് സീക്വൻസ് ആണ് എന്നാണ് കണ്ടെത്തിയത്. സോ ഫൈനൽ പ്രൊഡക്റ്റ് ആയ പ്രോട്ടീനിലെ അമിനോ ആസിഡുകൾ ഏതെല്ലാമാണ് എന്ന് പറയുന്ന mRNA-യിലെ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ് ഈ ജനറ്റിക് കോഡ് എന്ന് പറയാം. സോ അപ്പോൾ നമുക്ക് ജനറ്റിക് കോഡിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ജനറ്റിക് കോഡ് ഈസ് ദ സിസ്റ്റം ഓഫ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഓഫ് ആരുടെയാണ്, mRNA-യുടെ കാര്യമാണ് നമ്മൾ പറയാ. ദാറ്റ് ഡിറ്റർമിൻസ് ദ സീക്വൻസ് ആരുടെ സീക്വൻസ് ആണ്, അമിനോ ആസിഡിന്റെ സീക്വൻസ് ആണ്. സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ പ്രോട്ടീൻ. ഒരു പ്രോട്ടീനിലെ അമിനോ ആസിഡ്സിന്റെ സീക്വൻസ് നിശ്ചയിക്കുന്ന ന്യൂക്ലിയോടൈഡ് സീക്വൻസിന്റെ അതിന്റെ ആ സിസ്റ്റത്തെയാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയും. സോ ഈ കോഡ്സ് ന്യൂക്ലിയോടൈഡിന്റെ രൂപത്തിലാണെന്നും ദെൻ ട്രിപ്ലറ്റിന്റെ ഫോമിലാണെന്നൊക്കെ പറഞ്ഞ് ജോർജ് ഗാമോ, ദെൻ ഫ്രാൻസിസ് ക്രിക്ക് തുടങ്ങിയവരൊക്കെയാണ്. സോ ഈ കോഡ് 3 ന്യൂക്ലിയോടൈഡ് ബേസിന്റെ രൂപത്തിലാണ്. കഴിഞ്ഞാൽ 5 പ്രൈം 3 പ്രൈം 3 ന്യൂക്ലിയോടൈഡിന്റെ രൂപത്തിലാണ്. സോ ഇതാണ് ഒരു കോഡ്. സോ ഇതിനെ നമ്മൾ കോഡോൺ എന്നാണ് വിളിക്കുക. ഈ ഒരു കോഡിനെ നമ്മൾ കോഡോൺ എന്ന് വിളിക്കും. സോ കോഡോൺസ് ആർ വാട്ട്? കോഡോൺസ് ആർ ഗ്രൂപ്പ് ഓഫ് 3 അഡ്ജസന്റ് ഓർ കോൺസിക്യൂട്ടീവ്, തൊട്ടടുത്തുള്ള ന്യൂക്ലിയോടൈഡ് ബേസസ് ആണ്. ബേസസ് ദാറ്റ് ഈസ് സ്പെസിഫിക് ഫോർ ദ അമിനോ ആസിഡ് ഇൻ എ പ്രോട്ടീൻ. ഒരു പ്രോട്ടീനിലുള്ള ഒരു അമിനോ ആസിഡിനെ കുറിക്കുന്ന ഈ അടുത്തടുത്തിരിക്കുന്ന 3 ന്യൂക്ലിയോടൈഡിനെയാണ് നമ്മൾ കോഡോൺ എന്ന് വിളിക്കുക. സോ ഈച്ച് കോഡോൺ കൺസിസ്റ്റ് ഓഫ് 3 ന്യൂക്ലിയോടൈഡ്സ്. നമുക്ക് ഇതിന്റെ സൈലന്റ് ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് ആർ റെപ്രസെന്റഡ് ഇൻ mRNA-യിലാണ് ഇത് കാണുക. ആൻഡ് ഏത് ലാംഗ്വേജിലാണ്? ഇൻ ദ ലാംഗ്വേജ് ഓഫ് 4 ന്യൂക്ലിയോടൈഡ് ബേസസിന്റെ ലാംഗ്വേജിലാണ്. ഏതെല്ലാമാണ്? അഡിനിൻ ഉണ്ട്, ദെൻ ഗ്വാനിൻ ഉണ്ട്, ദെൻ പിന്നെ സൈറ്റോസിൻ ഉണ്ട്, യുറാസിൽ. സോ ഇത് പ്യൂരിൻസ് ആണ്, ഇത് പിരമിഡിൻസ്. സോ ഈ 4 ന്യൂക്ലിയോടൈഡ് അതിന്റെ ഭാഷയിലാണ് അത് പറയാ. രണ്ടാമത്തത്, നമ്മൾ ഈ കോഡ് റീഡ് ചെയ്യുന്നത് ഓൾവേസ് ഇൻ 5 പ്രൈം ടു 3 പ്രൈം ഡയറക്ഷനിലാണ്. സോ വി റീഡ് ദിസ് കോഡ് ഓൾവേസ് ഇൻ 5 പ്രൈം എൻഡ് ടു 3 പ്രൈം എൻഡ് ഡയറക്ഷനിലാണ്. തിരിച്ചു വായിച്ചു കഴിഞ്ഞാൽ കോഡ് വേറെ ആയിപ്പോ. മൂന്നാമത്തത്, സോ ഈ 4 ന്യൂക്ലിയോടൈഡ് ബേസസിലെ 3 ചേർത്താലാണ് ട്രിപ്ലറ്റ് കോഡോൺ ആണ്. അപ്പൊ നമുക്ക് 3 ചേർത്ത് കഴിഞ്ഞാൽ ഒരു കോഡോൺ ആയി. സോ കോഡോൺ ഈസ് എ ട്രിപ്ലറ്റ്. കോഡോൺ ഈസ് ട്രിപ്ലറ്റ് ഇൻ നേച്ചർ. ട്രിപ്ലറ്റ് ആണ്, അല്ലെങ്കിൽ ട്രിപ്ലറ്റ് കോഡോൺ ആണ് എന്ന് നമുക്ക് പറയാം. നാലാമത്തെ പോയിന്റ്, 4 ന്യൂക്ലിയോടൈഡിന്റെ 3 വീതം ചേർത്താൽ മതി. ഇപ്പൊ ഇത് A ആണെങ്കിൽ, ഇത് G, ഇത് C, ഇത് U ആണെങ്കിൽ 3 വെച്ച് ചേർത്താൽ മതി. ഇങ്ങനെ 3 ചേർക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ we will get 64 കോഡോൺസ് നമുക്ക് കിട്ടും. 64 കോമ്പിനേഷൻസ് ആർ പോസിബിൾ. 3 വീതമുള്ള 64 തരം കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. സോ അപ്പോൾ 64 കോഡോൺ ഉണ്ട്. അഞ്ചാമത്തെ പോയിന്റിൽ ഇതിൽ 61 എണ്ണമാണ് നമ്മുടെ 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുക. അപ്പൊ 3 എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബാക്കി 3 കോഡോണിനെ നമ്മൾ ടെർമിനേഷൻ കോഡോൺ ഓർ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ നോൺസെൻസ് കോഡോൺ എന്നും വിളിക്കാം. കാരണം ഇത് ഒരു അമിനോ ആസിഡിനെയും കറസ്പോണ്ട് ചെയ്യുന്നില്ല. സോ 3 കോഡോൺസ് ഒരു അമിനോ ആസിഡിനെയും കറസ്പോണ്ട് ചെയ്യാത്തതാണ്. എക്സാമ്പിൾ ഏതാണ്? UAG, അല്ലെങ്കിൽ അതിനെ ആംബർ എന്ന് വിളിക്കും. ദെൻ പിന്നെ ഉള്ളത് UAA, അതിനെ നമ്മൾ ഒക്കർ എന്ന് വിളിക്കും. ദെൻ UGA ഉണ്ട്, അതിനെ നമ്മൾ ഓപ്പൽ. സോ ഇതൊക്കെ അതിന്റെ പേരുകളാണ്. സോ ഇത് 3 ടെർമിനേഷൻ, സ്റ്റോപ്പ് ഓർ നോൺസെൻസ് കോഡ്. സോ പ്രോട്ടീൻ സിന്തസിസ് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഈ കോഡുകൾ ഏതെങ്കിലും വന്നാൽ, ഇവിടെ UAG വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആകും, പ്രോസസ് സ്റ്റോപ്പ് ആകും. സോ നമുക്ക് 64 കോഡോൺസ് എങ്ങനെ വരും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇത് പഠിക്കാൻ നമ്മൾ ഓർത്തിരിക്കേണ്ട കോഡാണ് UCAG എന്ന് ഓർത്തിരുന്നാൽ എല്ലാമായി. സോ ഫസ്റ്റ് ലെറ്റർ ഇതാണ് ഫസ്റ്റ് പൊസിഷൻ. 3 ലെറ്റർ കോഡാണ്, ട്രിപ്ലറ്റ് കോഡാണ്. സോ ഇത് U ആയിരിക്കും. സെക്കൻഡ് പൊസിഷൻ ആണ് എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷനിലും വീണ്ടും UCAG തന്നെയാണ്. ആൻഡ് ദിസ് ഇസ്
തേർഡ് പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷൻ ഇങ്ങനെ UCAG ഇങ്ങനെ താഴേക്ക് 4 എണ്ണം എഴുതണം. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ U ആണ്. സോ U ഇവിടെ ഉണ്ട്, U ഉണ്ട്. സെക്കൻഡ് പൊസിഷൻ ഇവിടെ U തന്നെയാണ്. സോ എല്ലാം U. പക്ഷെ ഇവിടെ സെക്കൻഡ് പൊസിഷൻ C ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും സെക്കൻഡ് പൊസിഷൻ C. ഇവിടെ നോക്കിയാൽ സെക്കൻഡ് പൊസിഷൻ A ആയതുകൊണ്ട് എല്ലാം Aയിലായിരുന്നു. സോ അതേപോലെ G. ഇനിയിപ്പോൾ തേർഡ് പൊസിഷൻ നോക്കാം. ഇതാണ് U. സോ ഇവിടെ തേർഡ് പൊസിഷൻ U ആണ്, ഇവിടെ തേർഡ് പൊസിഷൻ C ആണ്, ഇവിടെ A ആണ്, ഇവിടെ G ആണ്. സോ അപ്പോൾ ഇങ്ങനെ ഒരു കോഡ് കിട്ടും. ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും UCAG. സോ UCAG എന്ന് എഴുതി. ഇത് നമ്മൾ വീണ്ടും താഴത്തേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പൊസിഷൻ എല്ലാം C ആയിരിക്കും, രണ്ടാമത്തെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം U ആയിരിക്കും. ഇവിടെ രണ്ടാമത്തെ പൊസിഷൻ C ആയതുകൊണ്ട് ഇവിടെ എല്ലാം C ആയിരിക്കും, ആദ്യത്തെ പൊസിഷൻ C തന്നെ ആയിരിക്കും. പിന്നെ ഇതെടുത്ത് എഴുതി. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ 64 കോഡുകൾ നമുക്ക് കിട്ടുക. ഇനി ഓരോ കോഡുകളും കറസ്പോണ്ട് ചെയ്യുന്ന അമിനോ ആസിഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. UUC ഇത് ഫിനൈൽ അലാനിൻ ആണ്, ഇത് ലൂസിൻ, ഇതും ലൂസിനാണ്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് മെത്തിയോണിൻ, AUG ഈസ് ഫോർ മെത്തിയോൺ ആൻഡ് ഓൾസോ ദിസ് ട്രിപ്റ്റോഫാൻ. ഇതിന് രണ്ടിനും ആകെ ഒറ്റ കോഡ് മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഇത് കാണാൻ പറ്റില്ല. സോ ദിസ് ഈസ് ഓൺലി വൺ കോഡ്. സോ വൺ കോഡോൺ ഫോർ മെത്തിയോണിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഇനി ചിലതിന് 2 കോഡുകൾ മാത്രമേ ഉള്ളൂ. അസ്പാർട്ടേറ്റ്, അസ്പാർജിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടമേറ്റ്, ഹിസ്റ്റഡിൻ, ലൈസിൻ, ഫിനൈൽ അലാനിൻ ഇവിടെ നമ്മൾ കണ്ടു. സോ ഇതിനെല്ലാം 2 കോഡുകളുണ്ട്. സോ 2 കോഡോൺസ് മാത്രമുള്ളത് അസ്പാർട്ടേറ്റ്, അസ്പാർജിനിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടമേറ്റ്, ഹിസ്റ്റഡിൻ, ലൈസിൻ ആൻഡ് ഫിനൈൽ അലാനിൻ. സോ 2 കോഡ് വീതമാണ്. ദെൻ 3 കോഡോൺ മാത്രമുള്ളത് നമ്മുടെ ഐസോലൂസിൻ ആണ്. ഇവിടെ ഐസോലൂസിന് 3 കോഡുകൾ മാത്രം. ഇനി 4 കോഡോൺസ് ഉള്ള സംഭവങ്ങളുണ്ട്. ഉദാഹരണം അലാനിൻ, ദെൻ ഗ്ലൈസീൻ, ദെൻ പ്രോലീൻ. സോ ഇങ്ങനെയുള്ള പ്രോലീൻ, ദെൻ ത്രിയോണിനും ഇതേപോലെ തന്നെയാണ്, വാലിൻ ഇതേപോലെയാണ്, ഇത് വാലിന്റെ കോഡാണ്. സോ 4 കോഡോൺസ്. 3 അമിനോ ആസിഡ്സിന് 6 കോഡോൺ ഉണ്ട്. 6 കോഡോൺ ഫോർ 3 അമിനോ ആസിഡ്. ഉദാഹരണം ആർജിനിൻ ഉണ്ട്, ലൂസിൻ ഉണ്ട്, സെറിൻ ഉണ്ട്. ഇപ്പൊ ലൂസിന് 1 2 3 4 കോഡ് ഇവിടെ ഉണ്ട് 6 എണ്ണം ഉണ്ട്. സെറിന് 1 2 3 4 ഇവിടെ ഉണ്ട്, 1 2 ഇവിടെ ഉണ്ട്. സോ ഇങ്ങനെ കോഡ് ഒന്നും കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തിയോണിൻ അമിനോ ആസിഡിനെ വേണമെങ്കിൽ നമുക്ക് AUG തന്നെ വേണം. ലൂസിൻ അമിനോ ആസിഡ് വേണമെങ്കിലോ ഇതിൽ ഏത് തിരഞ്ഞെടുത്താലും നമുക്ക് ലൂസിൻ ആയിരിക്കും കിട്ടുക. ഏത് കോഡൺ വന്നാലും ആ പൊസിഷനിൽ ലൂസിൻ എന്ന അമിനോ ആസിഡിനായിരിക്കും TRNA, അല്ലെങ്കിൽ ഈ കോഡ് വെച്ചിട്ട് നമ്മുടെ TRNAക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. ഇനി മറ്റു കാര്യം, നമ്മൾ ഈ കണ്ട കോഡുകളൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണം നമുക്ക് ലൂസിന്റെ കാര്യം നോക്കാം. ലൂസിനിലെ കോഡ് നോക്കൂ. CUU, CUC, CUA, CU എല്ലാം ആദ്യത്തെ 2 ലെറ്ററും ന്യൂക്ലിയോടൈഡും CU ആണ്. ഇവിടെ ആണെങ്കിലും UU. ഇപ്പൊ വ്യത്യാസം എവിടെയാണ്? തേർഡ് ലെറ്ററിൽ മാത്രമാണ്, തേർഡ് ന്യൂക്ലിയോടൈഡ് UCAG. സോ ഏതായാലും 4 ന്യൂക്ലിയോടൈഡിൽ ഏത് വന്നാലും നമുക്ക് ഇവിടെ ലൂസിൻ കിട്ടും. സോ ഇതേ കേസ് തന്നെയാണ് ആർജിനിൻ നോക്കിയാലും, നേരത്തെ പറഞ്ഞ പലതും നോക്കിയാലും ഇവിടെ CG തന്നെയാണ്, CG തന്നെയാണ്. സോ ഈ UCAG മാത്രമാണ്. U വന്നാലും A വന്നാലും G വന്നാലും എല്ലാം ആർജിനാണ്, ഇതും ആർജിനാണ്, AG. സോ അപ്പൊ തേർഡ് ലെറ്റർ നമുക്ക് ഏത് വന്നാലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും TRNA വേണ്ടി വരില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ശ്രദ്ധിക്കുക. ആൻഡ് ഈ കോഡുകൾ പലതും കണ്ടുപിടിച്ചത് ഡോക്ടർ മാർഷൽ നീർബർഗും നമ്മുടെ പാതി ഇന്ത്യക്കാരനായിട്ടുള്ള ഹർഗോബിന്ദ് ഖൊറാനൊക്കെയാണ്. ദെൻ ഇതിന് നോബൽ സമ്മാനം കിട്ടിയപ്പോൾ ഡോക്ടർ ഹോളിക്കും കിട്ടി. ഹോളിയുടെ കാര്യം നമ്മൾ RNA വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഈ കോഡോൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. 1 ഈസ് സ്പെസിഫിസിറ്റി, ഓർ ഇറ്റ് ഈസ് അൺആംബിഗ്വസ് ആണ്. ആംബിഗ്വസ് എന്ന് വെച്ചാൽ സംശയമില്ലാത്ത രീതിയിൽ കൃത്യമാണ്, വ്യക്തമാണ്. സോ ജനറ്റിക് കോഡ് ഈസ് സ്പെസിഫിക് ഓർ അൺആംബിഗ്വസ് ആണ്. സ്പെസിഫിക് കോഡോൺ ഈസ് ഓൾവേസ് ഫോർ സ്പെസിഫിക് അമിനോ ആസിഡ്. ഒരു കോഡോൺ ഉണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആണ്, ഒരു അമിനോ ആസിഡിന് വേണ്ടിയുള്ളതാണ്. ആൻഡ് ഇതിൽ ഇനീഷ്യേഷൻ കോഡോൺ എന്ന് പറയുന്നത് ഇതാണ്, സ്റ്റാർട്ടിംഗ് കോഡോൺ. ഇനീഷ്യേഷൻ കോഡോൺ ഈസ് AUG. AUG എന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം മെത്തിയോണിൻ ആണ്. ഇൻ പ്രോകാരിയോട്സിൽ ഇത് ഫോർമൈൽ മെത്തിയോണിൻ. നമ്മൾ FMET എന്നൊക്കെ ആയിരിക്കും പറയാ, FMET RNA എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് ഫോർമൈൽ മെത്തിയോണിൻ ആണ്. അല്ലാതെ എവിടെ AUG വന്നാലും ദാറ്റ് വിൽ ബി മെത്തിയോണിൻ തന്നെ ആയിരിക്കും. ആൻഡ് ചിലപ്പോഴെങ്കിലും ദിസ് GUG ക്യാൻ ബി ഇനീഷ്യേഷൻ കോഡോൺ ആണ്. ആക്ച്വലി ഇത് വാലിന് വേണ്ടിയിട്ടുള്ളതാണ്, പക്ഷേ അപൂർവമായിട്ടാണ് ഇത് വന്നാലും അവിടെ മെത്തിയോണിനായിരിക്കും തുടങ്ങുക. ആൻഡ് ഈ 64-ൽ 61 നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ആണെന്ന് പറഞ്ഞു, ഓരോ അമിനോ ആസിഡിന് വേണ്ടിയിട്ടുള്ളതാണ്. 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് കോഡിംഗ് ഫോർ നൺ ഓഫ് ദ അമിനോ ആസിഡ്. കാരണം അത് സ്റ്റോപ്പ് കോഡോൺസ് ആണ്, നോൺസെൻസ് കോഡോൺസ് ആണ്. ഉദാഹരണം UUU എവിടെ വന്നാലും അത് ഫിനൈൽ അലാനിൻ തന്നെ ആയിരിക്കും. ആൻഡ്
UUG വന്നു കഴിഞ്ഞാൽ അത് എവിടെയായാലും ലൂസിനായിരിക്കും. UGG ആണെങ്കിൽ ദാറ്റ് വിൽ ബി കോഡിംഗ് ഓൺലി ഫോർ ട്രിപ്റ്റോഫാൻ. അതേപോലെ എല്ലാം CUU വന്നു കഴിഞ്ഞാൽ ലൂസിനാണ്. CCU ആണെങ്കിൽ പ്രൊലിനായിരിക്കും. സോ ഞാൻ എല്ലാം പറയുന്നില്ല. ഇനി സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഇറ്റ്സ് യൂണിവേഴ്സാലിറ്റി. യൂണിവേഴ്സൽ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിയായാലും പൂച്ചയായാലും മനുഷ്യനായാലും ബാക്ടീരിയയായാലും എല്ലായിടത്തും ഈ കോഡ് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും. അതിനാണ് നമ്മൾ യൂണിവേഴ്സാലിറ്റി എന്ന് പറയും. അത്യപൂർവമായിട്ട് there are certain exceptions. ഉദാഹരണം സാധാരണ സൈറ്റോപ്ലാസത്തിൽ AUA എന്ന് വെച്ചാൽ ഇവിടെ ഐസോലൂസിൻ ആണെന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ബട്ട് ഇൻ മൈറ്റോകോൺട്രിയകത്ത് AUA എന്ന് പറഞ്ഞാൽ അത് മെത്തിയോണിൻ ആണ് എന്നുള്ളതാണ് ഒരു വ്യത്യാസം. AUA ഈസ് മെത്തിയോൺ. ആൻഡ് AUG നമ്മൾ പറഞ്ഞു, AUG ഇനീഷ്യേഷൻ കോഡോൺ ആണെന്ന് പറഞ്ഞു. ദെൻ ഇത് മൂന്ന് UAA, UAG ആൻഡ് UGA ഇതെന്താണ്? ടെർമിനേറ്റർ ആർ സ്റ്റോപ്പ് കോഡോൺ. പക്ഷേ UGA എന്ന് പറയുന്നത് ഇൻ ട്രിപ്റ്റോഫാൻ in mitochondria. So UGA is for tryptophan in mitochondria അകത്തുള്ള കാര്യമാണ്. And UGA can be also for selenocysteine. ആണ് സിസ്റ്റീൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനും അപൂർവമായിട്ട് കോഡ് ചെയ്യുന്നുണ്ട്. ദെൻ AGA അല്ലെ ആൻഡ് AGG ഇത് ആർജിനുള്ള കോഡാണ്. പക്ഷേ ഇൻ മൈറ്റോകോൺട്രിയയുടെ അകത്ത് AGA ആൻഡ് ദിസ് AGG can be termination കോഡോൺ ആയിരിക്കും. So ഇതൊക്കെയാണ് എക്സെപ്ഷൻ. അതർവൈസ് ഓൾ ആർ യൂണിവേഴ്സൽ. സോ എക്സെപ്ഷൻസ് ആണ് ഞാൻ ചിലത് പറഞ്ഞത്. ഇനി ജനറ്റിക് കോഡ് ഈസ് നോൺ ഓവർലാപ്പിംഗ് ആൻഡ് ഈസ് കോമാലെസ്. കോമയൊന്നുമില്ല. ഇതാണ് മൂന്നാമത്തെ ക്യാരക്ടർ. സോ നമ്മൾ കോഡ് റീഡ് ചെയ്യുന്നത് 5' to 3' ഇങ്ങനെ എഴുതിയാൽ കോഡ് റീഡ് ചെയ്യുന്നത് തുടർച്ചയായിട്ടാണ്. കണ്ടിന്യൂസ്ലി ആസ് 3 ബേസ് വിത്തൗട്ട് എനി പങ്ക്ച്വേഷനോ കോമയോ ഒന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് AUG, CUA, GAC, UUU ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് വായിക്കൽ ഇങ്ങനെ വായിച്ചേക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സംഭവം ഇങ്ങനെ ഒരേ രീതിയിലായിരിക്കും നമ്മൾ എഴുതുക. ഒരു കോമയോ സ്റ്റോപ്പോ ഒന്നുമില്ല. ഇനി mRNA നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യം ഒരു AUG കാണാം. അത് സ്റ്റാർട്ട് കോഡോൺ ആണ്, ഇനീഷ്യേഷൻ കോഡോൺ ആണ്. ദെൻ ടെർമിനേഷൻ കോഡോൺ നമുക്ക് ഇവിടെ കാണാം. ആൻഡ് ഇവിടെ നിന്ന് ഇനീഷ്യേഷൻ കോഡോൺ മുതൽ ടെർമിനേഷൻ കോഡോൺ വരെയുള്ള ഇത്രയും ഭാഗം ഇതിനെ നമ്മൾ ഓപ്പൺ റീഡിംഗ് ഫ്രെയിം എന്നാണ്. ഓപ്പൺ റീഡിംഗ് ഫ്രെയിം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സീക്വൻസ് ഓഫ് mRNA ഫ്രം ദ ഇനീഷ്യേഷൻ കോഡോൺ ടു ദ ടെർമിനൽ കോഡോൺ. ഇവിടം വരെയുള്ള ഫുൾ കോഡോണിനെ നമ്മൾ ഒറ്റയടിക്ക് വിളിക്കുന്നതാണ് ഓപ്പൺ റീഡിംഗ് ഫ്രെയിം എന്ന് പറയും. ആൻഡ് ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക് ഈസ് ഡീജനറസി ആണ്. ഡീജനറസി നാലാമത്. സോ നമുക്ക് 64 കോഡോൺസ് ഉണ്ട്. 61 കൂട്ടാം. 61ൽ നമുക്ക് ആകെപ്പാടെ 20 അമിനോ ആസിഡേ ഉള്ളൂ. സോ ഒരേ അമിനോ ആസിഡിന് കോഡ് ചെയ്യാൻ ഒന്നിലധികം കോഡോൺസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ കോഡിംഗ് ഫോർ സെയിം അമിനോ ആസിഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. സോ ഇപ്പൊ നമ്മൾ ലൂസിൻ കണ്ടു, ആർജിനിൻ കണ്ടു. 6 വീതം കോഡോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ലൂസിൻ ഇത് ലൂസിനാണ്. സോ നോക്കിയാൽ CU ആണ് ആദ്യത്തെ, രണ്ടാമത്തെ. ഇവിടെ മാത്രമേ ഉള്ളൂ തേർഡ് പൊസിഷനിലുള്ള ന്യൂക്ലിയോടൈഡിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇവിടെയും ആർജിനിൽ അങ്ങനെയാണ്. ഇവിടെ രണ്ടും CG ആണ് 1 and 2. തേർഡിൽ മാത്രമുള്ളൂ വ്യത്യാസം. സോ ഇവിടെ UCG ആകെ 4 ഉള്ളൂ. ഇതിൽ ഏത് വന്നാലും വിഷയമല്ല അല്ലെ, ഏത് വന്നാലും സെയിം ഇത് നമുക്ക് ഉപയോഗിക്കും. സോ വ്യത്യാസം ഓൺലി ഇൻ ദ തേർഡ് ന്യൂക്ലിയോടൈഡ്. സോ ഒന്ന് മാറിപ്പോയാലും അല്ലെ, ഉദാഹരണത്തിന് TRനെ വരുന്നു, അതിനെ ചൂസ് ചെയ്യുന്ന TRനെ വന്നാലും ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. ഒരു വ്യത്യാസവും ഇല്ല. സോ ലാസ്റ്റ് പൊസിഷനിൽ വലിയ കണിശത ഇല്ലേലും എഫക്ട് വിൽ ബി സെയിം. സോ ഇതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട്. ഇതുമൂലം കോഡോണിലൊരു മ്യൂട്ടേഷൻ വന്നാലും അതിന്റെ ആഘാതം ദോഷം കുറവായിരിക്കും. സോ ദിസ് റിഡ്യൂസസ് ദ ഹാംഫുൾ എഫക്ട് ഓഫ് മ്യൂട്ടേഷൻ. ഹാംഫുൾ എഫക്ട് കുറയ്ക്കും. 2 ദിസ് പെർമിറ്റ് അലോസ്റ്ററിക് ബേസ് പെയറിംഗ് ഓഫ് ദ ആന്റി കോഡോൺ. സോ ഇതിന് നമ്മൾ വൊബിൾ ബേസ് പെയറിംഗ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ TRനെ ഇങ്ങനെ വരച്ചാൽ ഇത് mRNA ആണെന്ന് വിചാരിക്കുക. 5' to 3' ആണെന്ന് വിചാരിക്കുക. ഇവിടെ കോഡുകളുണ്ട്, ട്രിപ്ലെറ്റ് കോഡുകൾ. U ഉണ്ട്, C ഉണ്ട്, G ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടെ അതിന്റെ ആന്റി കോഡോൺ ഇവിടെ ഉണ്ട്. ഇത് TRനയുടെ ആന്റി കോഡോൺ സൈറ്റ് ആണ്. ഇവിടെ മറ്റേ ബാക്കി സൈറ്റുകളൊക്കെ ഉണ്ട്. സോ ദിസ് ഡീജനറസി ഓഫ് ജനറ്റിക് കോഡ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ വൊബിൾ ഹൈപ്പോത്തിസിസ്. സോ ഇവിടെ ബേസ് പെയറിംഗ് റൂൾ ഇത് ആദ്യത്തെയാണ്. U ഉണ്ടെങ്കിൽ അപ്പം എന്തായിരിക്കണം? A ആയിരിക്കും. ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ വാട്സൺ ക്രിക്ക് പറഞ്ഞ അതനുസരിച്ച് പക്കയാണ്. ആൻഡ് സെക്കൻഡോ C ആണ്. C ആണെങ്കിൽ ഇവിടെ G ആയിരിക്കണം. ഇതും രണ്ടും പക്കയായിട്ട് അനുസരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മൂന്നാമത്തെ പൊസിഷനിൽ ഇവിടെ ഇപ്പൊ G ആണ്. Gക്ക് പകരമാകുമ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് C വരണം. ഇവിടെ ഇപ്പൊ A ആയി പോയി. ഈ വന്ന TRനിൽ ഇവിടെ A ആയാലും B ആയാലും അല്ലെങ്കിൽ U ആയാലും C ആയാലും A ആയാലും G ആയാലും കാര്യമായ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. കാരണം ദിസ് ഇസ് എ വീക്ക് ബോണ്ടിങ് ആണ്. ഇവിടെ ഉള്ളത് വീക്ക് ബോണ്ടിങ് ആണ്. ഇവിടെ സ്ട്രോങ് ആണ്, ഇവിടെ വീക്ക് ആണ്. സോ ദർ അലൗസ് എ സർട്ടൺ ഫ്ലെക്സിബിലിറ്റി. സോ മൂന്നാമത്തേതിൽ കൃത്യമായ ബേസ് പെയറിംഗ് ഇല്ലേലും
അത് ഏതാ വന്നാലും ചൂസ് ചെയ്യുന്ന അമിനോ ആസിഡ്, ഇത് ചൂസ് ചെയ്യുന്ന അമിനോ ആസിഡ് ഇവിടെ ഇതിന്റെ 5 പ്രൈം 3 പ്രൈം ഇവിടെ എടുക്കുന്ന ഈ അമിനോ ആസിഡ് വൺ ആൻഡ് സെയിം ആയിരിക്കും. സോ ദിസ് റെഡ്യൂസ് stringency between third base of this codon and the complementary nucleotide of the anticodon. So ഇത് നമ്മൾ കോഡോണും ആന്റികോഡോണും തമ്മിലുള്ള കാര്യമാണ്. mRNAയും tRNAയും തമ്മിലുള്ള ഈ ഇടപാടിൽ അത്രയും stringent അല്ല. This reduced stringency between this third base of the codon and the complementary nucleotide in the anticodon. ഇതിനെയാണ് നമ്മൾ വോബ്ലിംഗ് എന്ന് പറയും. വോബ്ലിംഗ്. സോ ഇതിന്റെ ഗുണം 64 കോഡോണും കൃത്യം 64 tRNAയും ഒന്നും വേണ്ട. 61 കോഡോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 61 tRNA വേണോ? വേണ്ട. നമുക്കാകെ 31 ഉള്ളൂ. മൈറ്റോകോൺട്രിയയിൽ 22 ഉള്ളൂ. സോ ദിസ് ഡീജനറസി ഓഫ് ജനറ്റിക് കോഡ് ആണ് വോബിൾ ഹൈപ്പോത്തിസിസ് വഴി എക്സ്പ്ലെയിൻ ചെയ്തത്. സോ സെറിനുള്ള mRNA കോഡ്സ് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ മതി. സോ ഈ അപജയം ആണല്ലോ ഡീജനറസി എന്ന് വെച്ചാൽ അപജയം എന്നാണല്ലോ. സോ ഡീജനറസി അപജയവും നമ്മളുടെ സ്പെസിഫിസിറ്റിയും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, ഇതാണ് വോബിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ജനറ്റിക് കോഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.